Hello everyone, welcome to Augie Notes. Today we are discussing about a new chapter, Boli, which is written by K.A. Abbas. ഈ ഒരു ചാപ്റ്റർ NAS സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് എന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ബോലി എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 4th ചാപ്റ്ററാണ് ഈ ബോലി ആയിട്ട് വരുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ ഈ ഒരു ജോണർ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് ഒരു ചെറുകഥയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഈ ബോലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഒരു ചൈൽഡിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഗേൾ ചൈൽഡിൻ്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലൂടെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ഹൗ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോംസ് എ ടിമിഡ് ആൻഡ് നെഗ്ലക്റ്റഡ് ഗേൾ ഇൻ ടു എ കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റിംഗ് യങ് വുമൻ. അതായത് ഒരു സാധാരണ ഒരു പെൺകുട്ടി, അതായത് പേടിച്ച് നമ്മൾ കുറച്ച് ഭയത്തിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുന്ന കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ എങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള വുമൺ ആയിട്ട് എന്നുള്ള ഒരു കഥയാണ് നമ്മൾ ഈ ബോലിയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഇതിലൂടെ നമുക്ക് വേറെ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻസ്, അതായത് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് വി ആർ ഡിസ്കസിങ് ഹൗ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഗേൾ ചൈൽഡ്. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കാണാൻ പോകുന്നത്. അതേപോലെ നമ്മൾ ഇതിൻ്റെ തീംസ് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് വൊക്കാബുലറി നോക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതേപോലെ നമുക്കൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഫസ്റ്റ് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ടത് ആരെയാണ്, നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഓതറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ആരാണ് അത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ബോലി എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി റിട്ടേൺ ചെയ്തിരിക്കുന്നത് K.A. Abbas ആണ്. K.A. Abbas അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം അല്ലെങ്കിൽ ഫുൾ നെയിം ഖ്വാജ അഹമ്മദ് അബ്ബാസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു റൈറ്ററാണ്. ഹീസ് എൻ ഇന്ത്യൻ റൈറ്റർ, ജേർണലിസ്റ്റ് ആൻഡ് എ ഫിലിം മേക്കർ. ഓൾസോ ഹി റോട്ട് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഉറുദു. അതായത് ഈ ഒരു ലാംഗ്വേജസിലൊക്കെ അദ്ദേഹം ഈ ഒരു സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീസ് നോൺ ഫോർ സ്റ്റോറീസ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. അതായത് സമൂഹത്തിലുള്ള ഒരു നീതി അല്ലെങ്കിൽ ഒരു സമത്വം എന്നതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അതിൽ പ്രാധാന്യം നൽകിയിട്ട് കുറേ ഷോർട്ട് സ്റ്റോറീസും ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കിതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് വിന്നറാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഐ ആം നോട്ട് എൻ ഐലൻഡ് എന്നുള്ള ഒരു ഫേമസ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫി നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ അതിൽ ഫേമസ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഓതറിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് പഠിച്ചു. ഈ ഒരു ഓതറിനെ കുറിച്ചിട്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കേണ്ട, കാരണം നമ്മൾ ഇതൊരു NAS ആയിട്ടുള്ള +2 ലെവൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു ഓതറിനെ കുറിച്ചിട്ട് എക്സാം ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതലും സ്റ്റോറിയിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. എന്താണ് ഈ ഒരു സ്റ്റോറി വരുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ഇതിൻ്റെ സ്റ്റോറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ ഈ ബോലിയാണ് ഇതിലുള്ള ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ബോലി എന്നാണ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ബോലിയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ബോലിയുടെ റിയൽ നെയിം എന്താണ്, ബോലിയുടെ റിയൽ നെയിം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് സുലൈഖ എന്നാണ്. പക്ഷേ ആ ഒരു കുട്ടീനെ എല്ലാവരും ബോലി എന്നാണ് വിളിച്ചിരുന്നത്. ആ ബോലി എന്തുകൊണ്ടായിരിക്കും ബോലി
എന്ന് വിളിച്ചിരിക്കുന്നത്? ബോലി എന്ന് പറയുന്നത് ഒരു ഡംബായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ഇരട്ടപ്പേരെന്ന രീതിയിലായിരുന്നു ബോലി എന്ന് വിളിച്ചിരുന്നത്. അത് കളിയാക്കി, മറ്റുള്ളവരൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന പേരായിരുന്നു ഈ ബോലി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കുട്ടിയെ കൂടുതലായിട്ട് കളിയാക്കുന്നത്, എന്തുകൊണ്ടാണ് ആ കുട്ടീനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്, ഈ ഒരു ബോലിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ബോലിക്ക് തന്നെ 3 സഹോദരിമാരുണ്ട്, അതേപോലെ തന്നെ 3 സഹോദരന്മാരുണ്ട്. ടോട്ടലായിട്ടുള്ള 7 കുട്ടികളാണ് ഈ ബോലിയുടെ അച്ഛനുള്ളത്. ബോലിയുടെ അച്ഛൻ്റെ പേര് എന്ന് പറയുന്നത് രാംലാലാണ്. ഷീ ഈസ് ദ 4th ഡോട്ടർ ഓഫ് രാംലാൽ. അപ്പോൾ അതേപോലെ തന്നെ രാംലാൽ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫാമറാണ്. ആ ഒരു ഫാമർ ഒരു റിച്ച് ആയിട്ടുള്ള പ്രോസ്പറസ് ആയിട്ടുള്ള ഫാമിലിയുമാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഇതിലുള്ള ഒരു 4th ചൈൽഡാണ് ഈ ബോലി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കുട്ടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ വളർത്തിയിരുന്നതെങ്കിലും ബോലിനെ അത്ര രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഈ ബോലിക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ ബോലിനെ ശ്രദ്ധിക്കാതെ വന്നത്, അല്ലെങ്കിൽ ബോലിക്ക് എന്തായിരുന്നു ഒരു ഇഷ്യൂസ് ആയിട്ട് ഇതിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ബോലിക്ക് എന്തൊക്കെയായിരുന്നു ഇതിൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ബോലിയുടെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോലി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ചെറിയ മാസം പ്രായമുള്ളപ്പോൾ തന്നെ തൻ്റെ തല ഇടിച്ച് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ബോലിക്ക്. അതായത് കട്ടിലിൻ്റെ താഴത്ത് വീണിട്ട്, അതായത് ചെറിയ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് കട്ടിലിൻ്റെ താഴെ വീണാൽ എന്തേ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ ആ താഴെ വീണ് ആ ഒരു ബോലിക്ക് തലയ്ക്ക് ക്ഷതമേൽക്കുകയും അപ്പോൾ അതേപോലെ തന്നെ ഈ ബ്രെയിൻ ഇഞ്ചുറി വരികയും ചെയ്തിരുന്നു ഈ ബോലിക്ക്. അപ്പോൾ ഈ ബോലിക്ക് അതേപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി വന്നതുകൊണ്ട് തന്നെ ആ ബോലിക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ചെറിയ പ്രായമാണ്, നമ്മളെ ബുദ്ധിയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബ്രെയിൻ ഇഞ്ചുറി അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വന്നതുകൊണ്ട് ഒരു സ്ലോ ലേണറായിട്ട് ആ ഒരു ബോലി മാറി. ഷീ സഫേഴ്സ് ഫ്രം എ ബ്രെയിൻ ഇഞ്ചറി. അതേപോലെ തന്നെ ഒരു 2 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ ഈ ഒരു കാര്യം ഓൾറെഡി ഉണ്ടെങ്കിലും ഒരു 2 വയസ്സുള്ളപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്ത് വന്നു, സ്മോൾ പോക്സ് വന്നു. അതായത് സ്മോൾ പോക്സ്, വസൂരി വന്നു. അപ്പോൾ വസൂരി വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? വസൂരി വന്നു കഴിഞ്ഞാൽ ആകെ മേലെ, അതായത് ബോഡിയിൽ ഫുള്ളായിട്ട് എന്ത് വരും, കലകൾ വരും. കലകൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നമ്മൾക്കിപ്പോൾ പറയാം ചിക്കൻ ബോക്സ് ഉണ്ട്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു കലകളൊക്കെ വരുന്നതാണ്. അതേപോലെ നമ്മൾ ഫിലിമിലൊക്കെ കാണാറുള്ളതാണ് ഈ വസൂരി. എന്താണ് വസൂരിയുടെ കലകളൊക്കെ വന്നാൽ അതേപോലെ തന്നെ വസൂരി വന്നാൽ മരിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതേപോലെ ഒരു വസൂരി വന്നിട്ട് ആ ഒരു 2 വയസ്സിൽ വസൂരി വന്നിട്ട് മേലെ ആകെ കലകൾ വരികയും അതേപോലെ ഡിസ്ഫിഗേർഡ് മാറുകയും ചെയ്തു. അതായത് ബോഡിയൊക്കെ ഇങ്ങനെ ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ, നമുക്കൊരു ഹെൽത്തി അല്ലാത്ത രീതിയിലാവുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടീനെ ആരും ശ്രദ്ധിക്കാതായി, ആരും നല്ല രീതിയിൽ ഒരു ഭംഗിയില്ലാത്ത കുട്ടി എന്നുള്ള രീതിക്കൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങി. അതേപോലെ തന്നെ ആ കുട്ടിക്ക് പേടിയായിരുന്നു. ഒരു 5 വയസ്സ് വരെ ആരോടും സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 5 വയസ്സിന് ശേഷം ആ കുട്ടി സംസാരിച്ചപ്പോൾ ഷീ സ്റ്റാമേഴ്സ് വൈൽ സ്പീക്കിംഗ്. അതായത് സ്റ്റാമറിങ് ചെയ്തു. സ്റ്റാമറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ വിക്ക് സംസാരിക്കില്ല. അപ്പോൾ അതിനെയാണ് സ്റ്റാമറിങ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷീ സ്റ്റാമേഴ്സ് വൈൽ സ്പീക്കിംഗ് ആഫ്റ്റർ 5 years. അപ്പോൾ 5 വർഷത്തിന് ശേഷം അപ് ടു 5 years ഷീ ഡിഡ്ന്റ് സ്പീക്ക് അറ്റ് ഓൾ. അതായത് ആരോടും അവൾ എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അവൾ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. അതായത് ഒന്നും സംസാരിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അതായത് ഒരു പേടിയായിരുന്നു ആ കുട്ടിക്ക്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ബോലിനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ആ ബോലി എന്നുള്ള പേര് ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. ഒരു സിമ്പിൾട്ടൻ, ബോലി എന്ന് പറയുന്നത് സിമ്പിൾട്ടൻ, ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ബോലി മാറുകയും ചെയ്തു. സൊസൈറ്റി ആ ബോലിയെ ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ സൊസൈറ്റി ഒരു മാറ്റി നിർത്തി എന്നുള്ള രീതിയിൽ ബോലിനെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബോലിയുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, ബോലി ഫെൽ ഫ്രം എ കോട്ട് അറ്റ് 10 months old. അതായത് 10 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് കോട്ട്, അതായത് കട്ടിലിൻ്റെ താഴത്ത് നിന്ന് വീണിട്ട് തലയ്ക്ക് ക്ഷതമേൽക്കുന്നത്. അപ്പോൾ ആ ഒരു തലയ്ക്ക് ക്ഷതമേൽട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കുട്ടിക്ക് എന്ത് പറ്റും, ബ്രെയിൻ ഇഞ്ചറി പറ്റും. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വാസ് എഫക്റ്റഡ്. ബിക്കോസ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേജാണ്. അറ്റ് ദാറ്റ് ഏജ് ഷീ വാസ് എഫക്റ്റഡ്
ബൈ ദ ഫെൽ, അതായത് ഈ ഒരു എന്താ പറയുക വീണത് കൊണ്ട് തന്നെ ആ ഒരു ബ്രെയിന്, ആ ഒരു കുട്ടിയുടെ ബ്രെയിന് എഫക്റ്റ് ആയിപ്പോയി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷീ ഹാഡ് സ്മോൾ പോക്സ് അറ്റ് ദ ഏജ് ഓഫ് 2. 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ കുട്ടിക്ക് എന്ത് വന്നിട്ടുണ്ട്, സ്മോൾ പോക്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസിലും അതേപോലെ തന്നെ ബോഡിയിലൊക്കെ എന്ത് വന്നു, പോക്ക് മാർക്സ് വന്നു. ഷീ ബിക്കെയിം കവേർഡ് വിത്ത് പോക്ക് മാർക്സ്. അതേപോലെ തന്നെ ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 5. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വയസ്സ് വരെ സംസാരിച്ചിട്ടില്ല, പക്ഷെ 5 വയസ്സിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ഷീ സ്റ്റാമേർഡ് വൈൽ സ്പീക്കിംഗ്. അതായത് 5 വയസ്സിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, സ്റ്റാമേർഡ് ചെയ്തു. അതായത് വിക്കിയായിട്ട് ആണ് സംസാരിച്ചത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സാധാരണയാണ് ഇങ്ങനെ എന്താണ് വിക്കി സംസാരിക്കുന്നവരൊക്കെ കളിയാക്കാൻ തുടങ്ങുന്ന ഒരു സമൂഹം ആയിട്ടാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടീനെ എന്താക്കാൻ തുടങ്ങി, ഒരു സമൂഹം ഒരു മാറ്റി നിർത്താൻ തുടങ്ങി. എല്ലാവരും മാറ്റി നിർത്താൻ, ആരും ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒരൊറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ബോലി പോവുകയാണ്. അപ്പോൾ അത്രയും എന്താണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടീൻ്റെ ഒരു ലൈഫിലേക്ക് ഹൗ എഡ്യൂക്കേഷൻ ഹാസ് ഇമ്പാക്റ്റഡ് ഇൻ ഹെർ ലൈഫ്, അതായത് എങ്ങനെയാണ് ആ കുട്ടിയുടെ ലൈഫിലേക്ക് എഡ്യൂക്കേഷൻ വന്നിട്ട് ആ ഒരു കുട്ടിക്ക് എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹർ, ഷീ ബിക്കെയിം ഷൈ ആൻഡ് സൈലൻറ്റ്. ആ ഒരു സമയത്തൊക്കെ എന്താണ് ഭയങ്കര ഷൈ ആയിട്ട് ആരോടും സംസാരിക്കാതെ തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു. നമുക്ക് ഈ ബോലിയുടെ ചൈൽഡ്ഹുഡൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ബോലിയുടെ ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞു. ബോലിയുടെ ഫാമിലി എന്ന് പറയുന്നത്, ബോലിയുടെ ഫാദറിൻ്റെ പേര് രാംലാലാണ്. രാംലാൽ ഒരു പ്രോസ്പെറസ് ആയിട്ട്, അതായത് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമറാണ്. അതായത് വളരെ ധനികനായിട്ടുള്ള, നമ്മൾ ഇതിൽ സാധാരണ ഈ ഒരു കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോൾ പണത്തിനെ കൊണ്ടല്ല, ബോലിക്ക് വേറെ കാര്യങ്ങളെ കൊണ്ട്, അതായത് ഹെൽത്ത് വൈസൊക്കെ ആയിട്ട് കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബോലിയുടെ ഫാമിലിയൊക്കെ ഭയങ്കര റിച്ച് പ്രോസ്പെറസ് ആയിട്ട്, പക്ഷേ ആ ഒരു റിച്ചും പ്രോസ്പെറസ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോലും ബോലിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടിരുന്നില്ല. ബോലിയുടെ അച്ഛന് രാംലാലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രാംലാൽ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഫാമറായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി കൂടിയാണ്. ബോലിയുടെ അച്ഛന് രാംലാലിന് 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആൺകുട്ടികളും, 3 സൺസ് ആൻഡ് 4 ഡോട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഡോട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ഡോട്ടേഴ്സൊക്കെ ഭയങ്കര ഹെൽത്തിയും ബ്യൂട്ടിഫുള്ളൊക്കെ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. അതായത് ഭയങ്കര ഹെൽത്തി ആയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള കുറച്ച് കുട്ടികളായിരുന്നു അവർ. നല്ല ഭയങ്കര ഭംഗിയുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിലെന്താണ്, ബോലിക്ക് അത്ര ഭംഗിയൊന്നുമില്ല. ബോലിക്ക് ഷീസ് നോട്ട് ബ്യൂട്ടിഫുൾ ഓർ ഷീസ് നോട്ട് ഇൻ്റലിജൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഫാമിലി, അതായത് ബോലിയുടെ ഫാമിലി കാണാൻ പോകുന്നത്. അപ്പോൾ പാരൻസിൻ്റെ വെറി എന്തായിരിക്കും, നാച്ചുറലി ഈ പാരൻസിൻ്റെ ഇതെന്തായിരിക്കും, ബോലിക്ക് എന്ത് കിട്ടില്ല എന്നുള്ള ഒരു പേടിയായിരിക്കും. ബോലിക്കൊരു കല്യാണ ആലോചന ഒന്നും വരില്ലേ, അല്ലെങ്കിൽ ഒരു നല്ലൊരു വരനെ കിട്ടില്ലേ, അല്ലെങ്കിൽ പാരൻസ് ആർ വെറീഡ് അബൌട്ട് ബോലീസ് മാരേജ്. ആ ഒരു ബോലീൻ്റെ കല്യാണത്തിന് അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു കല്യാണത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു വെറിയായിരുന്നു ഈ പാരൻസ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കല്യാണാലോചനയും അതേപോലെ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാനുള്ളതാണെന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ ബോലിയുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൊസൈറ്റീൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ സൊസൈറ്റി വാല്യൂഡ് ബ്യൂട്ടി ഓവർ ക്യാരക്ടർ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു സമൂഹത്തിൽ, അന്നത്തെ എന്ന് പറയുന്നതല്ല, ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ഈ ബോലിയിൽ നിൽക്കുന്ന ആ ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്. ഹൗ ദേ വ്യൂഡ് ദ ഗേൾ ഓർ ഹൗ സൊസൈറ്റി വാല്യൂഡ് ബ്യൂട്ടി ഓവർ ക്യാരക്ടർ. എന്താണ്, ഒരു ആളുടെ ക്യാരക്ടർ എന്നുള്ള രീതിയിലുപരി ബ്യൂട്ടിയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു രീതിയിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കുട്ടിക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഈ ഒരു
നീതികേടിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷനാണ് ഈ കുട്ടിയിൽ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് ഈ കുട്ടിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ടേണിംഗ് പോയിൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബോലിക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവിടെ പുതുതായിട്ട് ഒരു സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. പുതുതായിട്ടൊരു പ്രൈമറി സ്കൂൾ ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ഗേൾസിന് വേണ്ടി മാത്രം, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൈമറി സ്കൂൾ. അതായത് ഒരു ഗ്രാമമായിരിക്കാം. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പുതിയതായിട്ടൊരു സ്കൂൾ തുടങ്ങുകയാണ്. അപ്പോൾ സ്കൂൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ആയിട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ പുതുതായിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടുത്തെ മേലധികാരികളൊക്കെ എന്ത് ചെയ്യും? അവിടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ അതിൽ ചേർക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു സ്കൂൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അവിടുത്തെ തഹസിൽദാറായിരുന്നു. തഹസിൽദാർ അവിടെ വന്നു സ്കൂളൊക്കെ ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തഹസിൽദാറിൻ്റെ കൂടെ തന്നെ രാംലാൽ ഉണ്ടായിരുന്നു. രാംലാൽ ആരായിരുന്നു? നമ്മളുടെ ബോലിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാലിനോട് തഹസിൽദാർ പറഞ്ഞു. കാരണം ഈ തഹസിൽദാറും രാംലാലും ഒക്കെ നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തികളാണ്. അതേപോലെ തന്നെ ഈ രാംലാലിന് വളരെയേറെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് തഹസിൽദാർ. കാരണം ഒരു തഹസിൽദാർ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അതേപോലെ തന്നെ രാംലാലും അതേപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ രാംലാലിനെ ഒരു മേലധികാരി എന്നുള്ള രീതിയിലും തഹസിൽദാറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ തഹസിൽദാർ എന്ത് ചെയ്യാണ്? രാംലാലിനോട് തൻ്റെ ഡോട്ടേഴ്സിനെ തൻ്റെ ഡോട്ടേഴ്സിനെയൊക്കെ ഈ ഒരു സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് പറയാണ്. അപ്പോൾ ഈ രാംലാൽ ആകെപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഈ ഒരു സ്കൂളിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു വരൻ അല്ലെങ്കിൽ ഒരു കല്യാണാലോചന വരില്ല എന്നുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളായിരുന്നു എല്ലാ പെൺകുട്ടികളെയും. അപ്പോൾ ആ ഒരു പെൺകുട്ടികളൊന്നും ആരെയും ഒരു വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എന്തുണ്ടായിരുന്നത്? തഹസിൽദാർ രാംലാലിനോട് പറയുന്നത് തൻ്റെ മക്കളെ, അല്ലെങ്കിൽ തൻ്റെ മക്കളായിട്ടുള്ള പെൺകുട്ടികളെ എങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ട്, ഈ പുതുതായിട്ട് തുടങ്ങിയ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഈ ഒരു കാര്യം രാംലാൽ പോയിട്ട് എന്താക്കാണ്? വീട്ടിൽ പോയിട്ട് പറയുന്നത് രാംലാലിൻ്റെ ഭാര്യയോട് പറയാണ്, അതായത് ബോലിയുടെ അമ്മയോട് പറയാണ്. അപ്പോൾ ബോലിയുടെ അമ്മ പൊതുവേ എന്തായിരിക്കും അവരുടെ ഒരു ചിന്താഗതി? ഇല്ല, നടക്കില്ല. കാരണം എന്താണ്? ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടില്ല? അവർക്ക് മാരി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ രാംലാൽ ഇതൊക്കെ ചിന്തിക്കുകയാണ്. കാരണം തഹസിൽദാറാണ് പറഞ്ഞത്. അപ്പോൾ തഹസിൽദാർ പറഞ്ഞതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ബോലി എന്നുള്ള കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബോലിക്ക് കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ബോലിക്ക് എന്ത് ഉണ്ടായിരുന്നില്ല? ഷീ വാസ് നോട്ട് ഇൻ്റലിജൻറ്റ്, അല്ലെങ്കിൽ ഷീ വാസ് നോട്ട് ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോലീനെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോലീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതല്ലേ? കാരണം എന്തായാലും അവൾക്കൊരു കല്യാണാലോചന കിട്ടില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിരുന്നു പാരൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോലീനെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം? സ്കൂളിലേക്ക് പറഞ്ഞയക്കാം. അപ്പോൾ ആരുടെ മറുപടി കൊടുക്കാം? തഹസിൽദാറിന് മറുപടിയും കൊടുക്കാം. ബോലീനെ അവിടെ ഒരു എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇവരുടെ ഒരു പാരൻസിൻ്റെ ചിന്താഗതി. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ടേക്ക് അയക്കാം? ഇവിടെ, അതായത് കല്യാണ ആലോചനയൊക്കെ നടത്തി അതേപോലെ തന്നെ കല്യാണത്തിലേക്ക് നയിക്കാം. പക്ഷേ ഈ ബോലീനെ എന്താക്കാൻ പറ്റില്ല? കല്യാണം ഒന്നും കിട്ടില്ല എന്നുള്ള രീതിക്ക് വിചാരിച്ചിട്ട് ബോലീനെ എങ്ങോട്ടേക്ക് അയക്കും? ബോലി ഈസ് ചൂസൺ ടു അറ്റൻഡ് സ്കൂളിലേക്ക് അയക്കും. ഷീ ഈസ് ഗിവൺ ക്ലീൻ ക്ലോത്ത്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ആ ഒരു സമയത്തായിരുന്നു ബോലിക്ക് എന്ത് കിട്ടിയിരുന്നത്? പുതുതായിട്ടൊരു വസ്ത്രം, അതായത് പുതിയൊരു വസ്ത്രം കിട്ടിയിരുന്നത്. ആ വസ്ത്രം കിട്ടിയില്ല എന്നല്ല, പഴയ വസ്ത്രമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ സഹോദരിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളായിരുന്നു ബോലിക്ക് കിട്ടിയിരുന്നത്.
കിട്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ബോലിക്ക് എന്ത് കിട്ടി? പുതുതായിട്ടൊരു വസ്ത്രം ധരിക്കാൻ ബോലിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഒരു സ്കൂളിലേക്ക് പോകുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് ബോലിക്ക് മാറുകയും ചെയ്തു. പക്ഷെ ബോലിക്ക് ആദ്യം ഈ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം ബോലി വിചാരിച്ചിരുന്നത് എങ്ങോട്ടോ അല്ലെങ്കിൽ അവളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെയാണെന്ന് വിചാരിച്ചു. കാരണം തൻ്റെ ലക്ഷ്മി പശുവിനെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ തന്നെയും വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണോ എന്നുള്ള രീതിയിലേക്ക് ബോലി വിചാരിച്ചു. അപ്പോൾ ഇവിടെ ബോലിക്ക് ഒരു പുതിയൊരു ജേണിയാണ്, ഒരു ന്യൂ ജേണിയാണ് ഇവിടെ ബോലിക്ക് ഉണ്ടാവുന്നത്. ബോലി ബിഗിൻസ് എ ന്യൂ ജേണി. അപ്പോൾ ബോലി ആദ്യമൊക്കെ പേടിച്ചിട്ടാണെങ്കിലും പിന്നീട് സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ബോലിക്ക് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേ ഹൗ ഈസ് ബോലീസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? അതായത് എങ്ങനെയായിരുന്നു ബോലിയുടെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്? അപ്പോൾ ബോലിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ ഒക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവും? പേടി ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ബോലിക്ക് ഉണ്ടായിരുന്നത്. ബോലിക്ക് എന്തുണ്ടായി? പേടി ഉണ്ടായി. ഷി വാസ് ഫ്രൈറ്റൻഡ്, ഷി ഫീൽസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ ആ ഒരു കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി കാണുന്നത് എന്തായിരിക്കും? കുറേ പെൺകുട്ടികൾ ക്ലാസ് റൂംസിലേക്ക് ഇരുന്നിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ പക്ഷേ ആ കുട്ടികളെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു സമാധാനമൊക്കെ തോന്നി. തനിക്ക് ഇവരെയൊക്കെ തൻ്റെ കൂട്ടുകാരാക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആക്കാം എന്നുള്ളതൊക്കെ തോന്നിയിട്ട് അവിടെ ഒരു സന്തോഷവാൻ അല്ലെങ്കിൽ സമാധാനമായിട്ട് ആ ഒരു കുട്ടി അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ അട്രാക്ഷനായിട്ട് കുറേ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഓരോ ക്ലാസ് റൂംസിലേക്ക് ഇങ്ങനെ പോയിട്ട് അവസാനം ബോലി എൻ്റെ ക്ലാസ് റൂമിലേക്ക് എത്തി. ബോലി എന്ത് ചെയ്യാണ്? ബോലിയുടെ അച്ഛൻ അവിടുത്തെ ടീച്ചറിൻ്റെ കയ്യിലേക്ക് ബോലിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ബോലിനോട് അവിടെ ഇരിക്കാൻ പറയാണ്. ബോലി അവിടെ ഇരിക്കുകയും ബോലി അവിടെ ഇരുന്നതിന് ശേഷം എല്ലാവരും എന്ത് ചോദിക്കും? ടീച്ചർ എന്ത് ചോദിക്കും? ബോലിയുടെ പേര് ചോദിക്കും. അപ്പോൾ ബോലിനോട് ആദ്യം തന്നെ ടീച്ചർ എന്ത് ചോദിക്കും? മോളോട് എണീക്കാൻ പറയും. നല്ല രീതിയിൽ ടീച്ചർ എണീക്കാൻ പറയും, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ബോലിനോട് എന്ത് ചോദിക്കും? പേര് ചോദിക്കും. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ ബോലി എന്ത് പറയും? തൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒബ്വിയസ്ലി എന്ത് ചെയ്യാണ്? ബോലി ഒരു പേടിയുള്ള കുട്ടിയായിരുന്നു. അപ്പം പേടിച്ചിട്ട് തന്നെ പറയുമ്പോൾ ഷീ ഓൾറെഡി സ്റ്റാമേർഡ് വൈൽ സ്പീക്കിംഗ്. അതായത് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാമർ ചെയ്യുന്ന അല്ലെങ്കിൽ വിക്കി സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തും അതേപോലെ തന്നെ പേടിച്ച് നിൽക്കുന്ന സമയത്തും ഈ ഒരു കുട്ടി എന്തുണ്ടാവും? വിക്കി സംസാരിക്കാം. അപ്പോൾ അവൾ വിക്കി ആ ഒരു തൻ്റെ സ്വന്തം പേര് പറയാൻ പറ്റാത്ത രീതിയിൽ പേടിച്ച് കരയുകയും ചെയ്തു. അപ്പോൾ അവൾ അവിടെ പേടിച്ച് കരയുമ്പോൾ ടീച്ചർ ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ഒരു സമാധാനിപ്പിച്ച് അവിടെ ഇരിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ ഇരുന്ന് പിന്നെ അവിടെ ഇരുന്ന് ഈ ക്ലാസ്സൊക്കെ കേട്ട് അവിടെ ചിത്രങ്ങളൊക്കെ കണ്ടു. പിന്നെ അവസാനം ബെല്ലടിച്ചു. ക്ലാസ്സിലേക്ക് പുറത്തേക്ക് ഒക്കെ പോയി, എല്ലാ കുട്ടികളും പുറത്തേക്ക് പോയി. അങ്ങനെ ടീച്ചർ പിന്നെയും പോയിട്ട് ആ കുട്ടിയോട് നല്ല രീതിയിൽ ജെന്റ്ലി ആയിട്ട് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും നല്ല രീതിയിലുള്ള ടീച്ചേഴ്സ്. നമ്മളെ ഏറ്റവും അനുകമ്പ അല്ലെങ്കിൽ കരുണയൊക്കെ നൽകുന്ന ടീച്ചേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടീച്ചേഴ്സ് കാരണം നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവുന്ന ടീച്ചേഴ്സ് നമ്മൾ ജീവിതത്തിലേക്ക് ഉണ്ടാവായിരിക്കാം. അപ്പോൾ അതേപോലെ ഒരു ടീച്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ടീച്ചർ ആ കുട്ടിയോട് ഒരു ജെന്റ്ലി ആയിട്ട് ഭയങ്കര എന്തിയാണ് സോഫ്റ്റായിട്ട് സംസാരിക്കുകയാണ്. ബോലി മോളെ നിൻ്റെ പേരെന്താണ്? ആ ബോലിനോട് സംസാരിപ്പിക്കുകയാണ്. അത് എൻകറേജ് ചെയ്യാണ്. ഷീസ് എൻകറേജിങ് ബോലി ടു സ്പീക്ക് ഹെർ നെയിം അല്ലെങ്കിൽ സേ ഹെർ നെയിം. അതായത് ആ ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യാണ്. എന്തിനാണ്? ടു സേ ഹെർ നെയിം. അതായത് എന്തിനാണ്? അദ്ദേഹത്തിന് ആ ഒരു കുട്ടിയുടെ പേര് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ കുട്ടിയുടെ പേര് പറയിപ്പിക്കുമ്പോൾ മെല്ലെ എൻകറേജ് ചെയ്ത് ബോലി എന്നുള്ള രീതിയിൽ പകുതി ആണെങ്കിലും പിന്നീട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ ആ ബോലിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുകയാണ്? ധൈര്യം വന്നു. അപ്പോൾ ആ ഒരു ധൈര്യം വന്നതുകൊണ്ട് തന്നെ പിന്നീട് ആ ടീച്ചേഴ്സ് എന്ത് കൊടുക്കുകയാണ്? പുതിയ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സിൻ്റെ ബുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബുക്സൊക്കെ ഈ ഒരു ബോലിക്ക് വായിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഹോപ്പ് കൊടുക്കുകയാണ്, ഒരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു കോൺഫിഡൻസും ഹോപ്പും അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം ഈ കുട്ടിയിലേക്ക് നൽകുകയാണ് ഈ ടീച്ചർ. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഒരു എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഒരു ടേണിംഗ് പോയിന്റ്, ഈ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ കാണാൻ പോകുന്നത്. ഇനി ബോലിക്ക് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു എഡ്യൂക്കേഷൻ കാരണം നമുക്ക് മാറ്റങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, ബോലിക്ക് പിന്നീട് കുറച്ചു കാലം അവിടെ നിന്ന്
നിന്ന് പഠിക്കുകയും ബോലി അവിടെ ഈ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് എന്താ ബോലി ടിമിഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വീക്കായിട്ട് ഒരു ഷൈ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഈ ഒരു ഇതൊക്കെ മാനിനൊക്കെ പോലെയില്ല, നമ്മൾ ഭയങ്കര വീക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളായിട്ടൊക്കെ കാണുന്ന അതേപോലെയാണ് ടിമിഡ് എന്നുള്ള മീനിങ് വരുന്നത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷൈ ആയിട്ടുള്ള സ്റ്റാമർ വീക്ക് സംസാരിക്കുന്ന കോൺഫിഡൻസ് ഒക്കെ ലോ ആയിട്ടുള്ള സൊസൈറ്റീനെ അല്ലെങ്കിൽ സമൂഹത്തിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് പിന്നീട് വിദ്യാഭ്യാസം ആഫ്റ്റർ എഡ്യൂക്കേഷൻ ഷീ ഗെയിൻഡ് കോൺഫിഡൻസ്, കറേജിയസ്, സെൽഫ് റെസ്പെക്റ്റിംഗ്, എഡ്യൂക്കേറ്റഡ്, ഇൻഡിപെൻഡൻറ്റ്, റെഡി ടു ഫേസ് സൊസൈറ്റി എന്നുള്ള രീതിയിൽ ആ കുട്ടി മാറുകയും ചെയ്തു. അതായത് ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വളരെ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കറേജ്, അതായത് എന്ത് സംസാരിക്കാനും സ്വയം റെസ്പെക്റ്റുള്ള ഒരു വ്യക്തിയായിട്ടും വളരെ വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയായിട്ടും ഒരു സ്വാതന്ത്ര്യം നേടിയൊരു വ്യക്തിയായിട്ട് അതേപോലെ തന്നെ സൊസൈറ്റി സമൂഹത്തിനെ നേരിടാനുള്ള ഒരു ധൈര്യം കൂടി ആ ഒരു ബോലി ഇവിടെ എന്തുണ്ടാക്കുകയാണ്, അവിടെ നേടിയെടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അപ്പം നമുക്കിവിടെ എത്രയൊക്കെ ഏതൊക്കെ രീതിയിൽ എഡ്യൂക്കേഷൻ മാറി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മറിച്ചു എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ഒരു വില്ലേജ് ആണെന്ന് നമുക്ക് പറഞ്ഞിരുന്നു. ഈ രാംലാൽ നിൽക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ് ആണ്, അല്ലെങ്കിൽ ബോലിയൊക്കെ നിൽക്കുന്നത് ഒരു ചെറിയൊരു വില്ലേജ് ആണ്. ആ ഒരു വില്ലേജ് ചെറിയ രീതിയിലേക്ക് മാറ്റങ്ങൾ, ഒരു സ്മോൾ ടൗണിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ വില്ലേജ് ഡെവലപ്സ് ഇൻ ടു എ സ്മോൾ ടൗൺ. ആ ഒരു ചെറിയ മാറ്റങ്ങൾ, ആ ഒരു വില്ലേജിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ അവിടുത്തെ സമൂഹത്തിന് മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ അവിടെ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആയിരുന്നു? ഒരു സിനിമ ഹാൾ വന്നിട്ടുണ്ട്, കോട്ടൺ മില്ല്, അതായത് അവിടെ കോട്ടനൊക്കെ നിർമ്മിക്കാനുള്ളത് ഒക്കെ മില്ലൊക്കെ വന്നിട്ടുണ്ട്. അത് ഫാക്ടറീസൊക്കെ ആയിരിക്കാം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കൂൾ വന്നു. പ്രൈമറി സ്കൂൾ വന്നതല്ല, സ്കൂൾ ഒരു അപ്ഗ്രേഡ് ആയി. അത് ആദ്യം പ്രൈമറി സ്കൂളാണെങ്കിലും പിന്നീട് ഹൈസ്കൂളായിട്ട് മാറി. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ആക്റ്റീവ് ആകാൻ തുടങ്ങി, കാരണം ട്രെയിനൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി. അതേപോലെ തന്നെ വേറൊരു ചേഞ്ച് വന്നിരുന്നത്, ബോലിക്ക് ഒരു കല്യാണാലോചന വന്നു. ആരായിരുന്നു ബോലിക്ക് വന്ന ആ ഒരു കല്യാണാലോചന? അപ്പോൾ ബിശംബർനാഥ് എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരുന്നു ബോലിക്ക് കല്യാണാലോചന വന്നത്. ഈ ആലോചന വന്നത് രാംലാലിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ രാംലാൽ ഇത് ആരോട് പറയും? ബോലിയുടെ അമ്മേനോട് പറയും. അപ്പോൾ ഈ ബോലിനോട് ആദ്യം സംസാരിക്കില്ല. രാംലാൽ ആരോടാണ് സംസാരിക്കുക? ബോലിയുടെ അമ്മേനോട് സംസാരിക്കും. അപ്പോൾ രാംലാൽ അമ്മേനോട് സംസാരിക്കുമ്പോൾ അമ്മ എന്താണ് പൊതുവേ പറയുക? അമ്മ ഈ കുട്ടികളുടെ കല്യാണാലോചനയൊക്കെ നോക്കിയിട്ട് എന്ത് പറയും? ആ കുട്ടിക്ക് കല്യാണം നോക്കണം, അതേപോലെ തന്നെ ബിശംബർനാഥിനെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം. പക്ഷേ ഈ ഒരു മാരേജ് പ്രപ്പോസലൊന്നും ആരോട് സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ബോലിയോട് സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബിശംബർനാഥ് എന്ന് പറയുന്ന ആൾ എങ്ങനത്തെ ആളായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ ഒരു ആളുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ ഒരു ആളുടെ ഒരു കുറവുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടായിരിക്കാം ആ പാരൻസ് അംഗീകരിച്ചത്? ബിശംബർനാഥിനെ കല്യാണം കഴിപ്പിച്ച് വിടാം. അദ്ദേഹത്തിന് ഒരു ഒക്യുപ്പേഷൻ, ഒരു വെൽത്തി ഗ്രോസർ ആയിരുന്നു. അതായത് നല്ലൊരു അതായത് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഓൺസ് എ ലാർജ് ഷോപ്പ് ആൻഡ് ഹൗസ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഫിനാൻസ്, അതായത് പൈസ, നല്ല രീതിയിലുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഇഷ്യൂസ് ആയിട്ട് തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു ഏജ് 45 മുതൽ 50 വയസ്സ് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരു ഏജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ബോലിയുടെ ഒരു അച്ഛൻ്റെ പ്രായം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് ബോലിയുടെ കല്യാണം കഴിക്കാൻ വന്ന ഈ ബിശംബർനാഥ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഫിസിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലിംഡ് ആയിരുന്നു, അതായത് മുടന്തുള്ള ഒരു വ്യക്തിയായിരുന്നു, കാലിനൊക്കെ ഒരു മുടന്തുള്ള വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഓൾറെഡി കല്യാണം കഴിച്ചതും, അതേപോലെ തന്നെ ആ കല്യാണം കഴിച്ചിട്ട് ഒരു വിഡോവറായിരുന്നു, അതായത് ഒരു ഭാര്യ മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ ബോലിയുടെ അതേ പ്രായത്തിലുള്ള അതേ പ്രായത്തിലെ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഫാമിലി അംഗീകരിച്ച, ബോലിയുടെ അച്ഛനോ അമ്മയോ അംഗീകരിച്ചിട്ടുണ്ടാവുക ബോലിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ
ബോലീനെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് ഡിമാൻഡ് ചെയ്തിരുന്നില്ല, ഡൗറി, അതായത് സ്ത്രീധനം വേണ്ട എന്നുള്ള രീതിയിൽ വിശ്വംഭരനാഥ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു പാരൻസ് എന്താ പറയുക, ബോലീനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. കാരണം എന്താണ്, നല്ല രീതിയിലുള്ള പണമുണ്ട്, അതേപോലെ തന്നെ ഡൗറി വേണ്ട എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാരൻസിന് അതിലൂടെ ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കല്യാണ ആലോചനയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ പാരൻസ് സമ്മതിക്കും. അപ്പോൾ പാരൻസ് സമ്മതിക്കും, അങ്ങനെ കല്യാണ ആലോചനയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ബോലി കേൾക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ ബോലി ഇങ്ങനെ അറിയുന്നുണ്ടായിരുന്നു. വേറൊരു മുറിയിൽ നിന്ന് ബോലി ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബോലിനോട് ഈ കാര്യങ്ങളൊക്കെ സമ്മതമോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അന്ന് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടികളുടെ ഒരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളോ അവരുടെ ഒരു കാര്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല. കാരണം അവർക്ക് ആ ഒരു കാര്യത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ബോലിനെ ഒരു കല്യാണ ആലോചന അല്ലെങ്കിൽ കല്യാണ ആലോചനയിൽ നിന്ന് ഒരു കല്യാണത്തിലേക്ക് ഒരു വെഡ്ഡിങ് സെറമണിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിക്കുകയും, അപ്പോൾ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു എല്ലാ ഒരുക്കങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഗ്രാൻഡ് വെഡ്ഡിങ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു കല്യാണ ചെക്കൻ, നമ്മളുടെ വിശ്വംഭരനാഥ് ബ്രൈഡ് ഗ്രൂം എന്നാണ് കല്യാണ ചെക്കനെ പറയുന്നത്. അപ്പോൾ ബ്രൈഡ് എന്ന് പറയുന്നത് പെൺകുട്ടി, ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു കല്യാണ ചെക്കൻ. അപ്പോൾ കല്യാണ ചെക്കൻ ഈ ഒരു മണ്ഡപത്തിലേക്ക് ഇങ്ങനെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഹൗസിൽ, അതായത് കുതിരയുടെ മേലേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഹൗസിൽ, നമ്മൾ ഹിന്ദി പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, അപ്പോൾ അതേപോലെ ഈ ഒരു പടങ്ങളിലേക്ക് കണ്ട പോലെ തന്നെ ഈ ഒരു വീട്ടിലേക്ക്, അതായത് കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ കയറി വരും. വളരെ എന്താ പറയുക, ആർഭാടത്തിലായിരിക്കും കയറി വരുന്നത്. ഒരു എന്താ പറയുക, ബാൻഡൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളും പാട്ടും ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ രാംലാൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര പ്രൗഡും ഹാപ്പിയൊക്കെ ആണ്. കാരണം നല്ല രീതിയിലെ പണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് വളരെ പ്രൗഡും ഹാപ്പി ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ ബോലി ഇതേപോലെ തന്നെ ബോലി ഒരു റെഡ് ബ്രൈഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ ഒരു കല്യാണത്തിൻ്റെ ആചാരങ്ങളൊക്കെ, റിച്വൽസൊക്കെ അവിടെ തുടങ്ങുകയാണ്. വിശ്വംഭർ അതിനെ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ബോലിയുടെ ഒരു വെയിൽ എന്ന് പറയും. ബോലിയുടെ എന്ത് ചെയ്യാണ്, ഒരു തട്ടം, ഒരു എന്താ പറയുക, ബോലിയുടെ മുഖത്തൊരു തട്ടം പോലെ ഒരു വെയിൽ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വെയിൽ മാറ്റി കഴിഞ്ഞാൽ ബോലിയുടെ ഫേസാണ് അപ്പോൾ റിവീൽ ആവുന്നത്. അപ്പോൾ വിശ്വംഭരനാഥ് അപ്പോഴാണ് ഈ ഒരു ബോലിയുടെ ഫേസ് റിവീലായിട്ട്, അല്ലെങ്കിൽ ബോലിയുടെ ഫേസ് കാണുന്നത്, ബോലിയുടെ മുഖം കാണുന്നത്. അപ്പോൾ ബോലിയുടെ മുഖം കാണുമ്പോൾ വിശ്വംഭരനാഥ് എന്ത് ചെയ്യാണ്, ബോലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ബാക്കോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ബോലിയുടെ മുഖത്ത് എന്തുണ്ടായിരുന്നു, പോക്ക് മാർക്സ് ഉണ്ടായിരുന്നു, അതായത് എന്തുണ്ടായിരുന്നു, സ്മോൾ പോക്സ്, വസൂരി വന്നിട്ടുള്ള കലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ബോലിയുടെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ബോലിനെ കല്യാണം കഴിക്കണമെങ്കിൽ 5000 രൂപ സ്ത്രീധനായിട്ട് വേണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബോലിനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാണ്, രാംലാൽ കുറേ ഇങ്ങനെ കാല് പിടിക്കുകയാണ്, ഇങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുകയാണ്, പിന്നീട് ഞാൻ ചെയ്തോളാം, എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിശ്വംഭരനോട് ഇങ്ങനെ പറയണം. അവസാനം എന്ത് ചെയ്യാണ്, ഈ ഒരു രാംലാൽ പൈസ ഒക്കെ കൊടുത്തു. വിശ്വംഭരന് കൊടുത്തിട്ട് വിശ്വംഭർ ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ബോലി ഇതൊക്കെ സൈലൻ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ. ബോലിനെ കല്യാണം കഴിക്കണമെങ്കിൽ പൈസ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആൾ, അല്ലെങ്കിൽ ബോലി ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെയാണ് ബോലി ഒരു കറേജ് കാണിക്കുന്നത്, ഒരു ധൈര്യം കാണിക്കുന്നത്. ബോലിനെ കല്യാണം കഴിക്കാനാണ്. അപ്പോൾ അവസാനം ഈ വിശ്വംഭർ എന്ന പൈസ ഒക്കെ വാങ്ങി ബോലിനെ കല്യാണം കഴിക്കുമ്പോൾ ഈ ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ പൂമാല, ആ പൂമാല തലയിലേക്ക് ഇടുമ്പോൾ ബോലി എന്ത് ചെയ്യും, ആ ഒരു പൂമാല ഷീ ത്രോസ് ദ ഗാർലൻഡ് ഇൻ ടു ദ ഫയർ, അതായത് തീക്കുണ്ടത്തിലേക്ക് ആ ഒരു പൂമാല വലിച്ചെറിയാണ് ആ ബോലി ചെയ്യുന്നത്. ഷീ റിമൂവ്സ് ദ വെയിൽ, അതായത് ആ ഒരു ബോലിയുടെ തട്ടം മാറ്റാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ബോലി എടുത്ത് പറയുകയാണ്. ഷീ റിഫ്യൂസസ് ടു മാരി വിശ്വംഭർ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യാണ്, ബോലി ഇവിടെ ഒരു സ്പീക്ക് ഔട്ട് ചെയ്യാണ്, ഒരു ധൈര്യത്തോടെ എന്ത് ചെയ്യാണ്, ആ ഒരു വിശ്വംഭർ ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ളത്, സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ള കാര്യമൊക്കെ തുറന്ന് പറയാണ്. ഷീ സ്പീക്സ് കോൺഫിഡൻ്റ്ലി വിത്തൗട്ട് സ്റ്റാമറിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ടായിരുന്നില്ല, സ്റ്റാമറിങ് ഉണ്ടായിരുന്നു. സ്റ്റാമറിങ് എന്ന് പറഞ്ഞാൽ വിക്ക് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ആ ഒരു കുട്ടിയുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു കല്യാണം എന്നതിലുപരി അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു
വിശ്വംഭർ ആ ഒരു പാർട്ടിൽ നിന്ന് ലീവ് ചെയ്യുക, അതായത് മാറിപ്പോവുകയും അതേപോലെ തന്നെ ഗസ്റ്റൊക്കെ ഈ ഒരു ബോലിനെ ക്രിട്ടിസൈസ് ചെയ്യും. ഈ ബോലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ്. പക്ഷേ ബോലി അവിടെ നല്ല രീതിയിലുള്ള ഒരു കറേജ് അല്ലെങ്കിൽ ഒരു ധൈര്യം കാണിച്ചത് കൊണ്ടാണ് ബോലിയുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടത്. പക്ഷേ ബോലിയുടെ കല്യാണത്തിന് വന്ന ഗസ്റ്റൊക്കെ ബോലിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഈ ഒരു ഡം കൗ അവിടെ നിന്ന് ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തി പറയാണ്, ആ ഒരു ബോലി ഒരു ഡം കൗ അല്ല, അതായത് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിട്ടല്ല, പിന്നീട് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ബോലി തിരിച്ച് അങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ്, അതെ ഞാൻ ഡം കൗ ആണ്, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കണോ എന്നുള്ള രീതിക്കൊക്കെ അങ്ങോട്ട് കറേജസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാൽ ആ ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ വെറി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബോലി ഡിസൈഡ് ചെയ്തു, ആ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുത്തു. എന്താണ് ഡിസിഷൻ എടുത്തത്? ഇനി കല്യാണം കഴിക്കില്ല. ഷീ ഡിസൈഡ് നോട്ട് ടു മാരി, പ്രോമിസസ് ടു കെയർ ഫോർ ഹർ പാരൻസ്, അതായത് ആ ഒരു കുട്ടീൻ്റെ പാരൻസിനെ കെയർ ചെയ്യും എന്നുള്ള രീതിക്ക് ആ ഒരു കുട്ടി ഇനി കല്യാണം കഴിക്കില്ല എന്നുള്ള രീതിക്കും ഒരു ഡിസിഷൻ ഇവിടെ ബോലി എടുക്കുകയാണ്. ബോലി പ്ലാൻസ് ടു ബിക്കം എ ടീച്ചർ ഫീൽസ് പ്രൗഡ് ഓഫ് ബോലി, അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ബോലി ഒരു ടീച്ചറായിട്ട് മാറാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ തന്നെ ബോലിനെ പഠിപ്പിച്ച ടീച്ചറിന് ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത്. ഒരു നല്ലൊരു ക്യാൻവാസ് വരച്ചിട്ടുള്ള ഒരു ചിത്രകാരൻ വരച്ചിട്ട് അതിനെ ഒരു പ്രൗഡ് ഫീലിംഗ് പോലെ നല്ലൊരു വാല്യൂസ് കൊടുത്തിട്ടുള്ള ഒരു കുട്ടീനെ കാണുമ്പോൾ ആ ഒരു ടീച്ചറിന് പ്രൗഡായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബോലി ഉണ്ട്. ബോലി എന്ന് പറയുമ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് കറേജസ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, പിന്നെ സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മാറുന്നുണ്ട്. പിന്നെ ടീച്ചർ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ കൈൻഡാണ്, എൻകറേജിങ് ആണ്, കമ്പാഷനേറ്റ് ആണ്, അതായത് സഹായിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഉള്ള രീതിയിലുള്ള ടീച്ചറാണ്. രാംലാൽ ഒരു കെയറിങ് ഫാദർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാരണം എന്താണ്, ഈ ഒരു വിശ്വംഭർനാഥിൻ്റെ കല്യാണ ആലോചന വന്നപ്പോൾ തൻ്റെ അമ്മ അതിന് അതായത് ബോലിയുടെ അമ്മ അതിന് സമ്മതിക്കുന്ന സമയത്ത് ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വയസ്സില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു വേവലാതി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, ഒരു ചെറിയ രീതിയിലുള്ള കെയറിങ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, സൊസൈറ്റീൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹം ഉണ്ടായിരുന്നു. കാരണം സൊസൈറ്റി എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേ രീതിയിലായിരുന്നു ഈ ഒരു രാംലാലും ചിന്തിച്ചിരുന്നത്. ഇതിൽ ഓവറോൾ തീം നോക്കുകയാണെങ്കിൽ സൊസൈറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, വുമൺ എംപവർമെൻ്റ് ഉണ്ട്, ജെൻഡർ ഈക്വാലിറ്റി, അതായത് സമത്വം, ലിംഗസമത്വം, പിന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് പൊതുവെയുള്ള ആ ഒരു വേർതിരിവുകളൊക്കെ കാണിക്കുന്നത്, ഡൗറി സിസ്റ്റം, അതായത് നമ്മുടെ സ്ത്രീധനത്തിൻ്റെത്, സെൽഫ് റെസ്പെക്റ്റ്, കമ്പാഷൻ, മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹമൊക്കെ കാണിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്കിതിൽ കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രോസ്പെറസ് എന്നുള്ള രീതിയിൽ വേർഡ് നോക്കുകയാണെങ്കിൽ റിച്ച് ആണ്, ഡിസ്ഫിഗേർഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ഒരു വേർഡ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേർഡ്സിൻ്റെ മീനിങ് ആണ് ഇതിൽ നമുക്ക് പറയുന്നത്. ഡിസ്ഫിഗേർഡ് എന്ന് പറയുന്നത് ഫിസിക്കലി സ്കാറ്റേഡ്, അതായത് ഒരു എന്താ പറയുക, ഒരു സാധാരണയുള്ള ഫിഗറിൽ നിന്ന് മാറി ഒരു കറക്റ്റ് ഷേപ്പ് അല്ലാത്ത രീതിയിൽ മാറുന്നത്. പിന്നെ സ്റ്റാമർ എന്ന് പറയുന്നത് വിക്കാണ്, സ്പീക്കിംഗ് വിത്ത് ഡിഫിക്കൽട്ടി, സംസാരിക്കുമ്പോഴുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. പോക്ക് മാർക്സ് എന്ന് പറയുന്നത് ആ ഒരു മുഖത്തുള്ള കലകളും കാര്യങ്ങളാണ്. തഹസിൽദാർ എന്ന് പറയുന്നത് ആരാണ്, റവന്യൂ ഓഫീസറാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആൻഡ് സിമ്പതി, മറ്റുള്ളവരോടുള്ള അനുകമ്പയും സിമ്പതിയും ഒക്കെയാണ് ഈ ഒരു കൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ഒരു സ്ട്രോങ് ഡിസ്ലൈക്ക്, മറ്റുള്ളവരോടുള്ള ഒരു വെറുപ്പ് എന്നുള്ള രീതിയിൽ. പിന്നെ ഡൗറി എന്ന് പറയുന്നത് എന്താണ്, സ്ത്രീധനം എല്ലാവർക്കും അറിയാൻ. ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഡിഗ്നിറ്റി, അതായത് ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ നാണം കെടുത്താൻ, അവരുടെ ഒരു ഡിഗ്നിറ്റി. പിന്നെ എംപവർമെൻറ്റ് എന്താണ്, എംപവർമെൻറ്റ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് കിട്ടുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ശക്തി കിട്ടുക എന്നുള്ള രീതിക്കൊക്കെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ മോറൽ എന്നുള്ള രീതി നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ബോലിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ ആ ഒരു ലൈഫ്
ചേഞ്ച് ആവും, അല്ലെങ്കിൽ ലൈഫിനെ ചേഞ്ച് ആക്കും എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് നമുക്ക് പഠനത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും എന്നുള്ളത്. പിന്നെ നെവർ ജഡ്ജ് പീപ്പിൾ ബൈ ദർ അപ്പിയറൻസ്, അതായത് മറ്റുള്ളവരെ എന്ത് ചെയ്യരുത്, അവരുടെ ഒരു അപ്പിയറൻസ് വഴി നമ്മൾ അവരെ ജഡ്ജ് ചെയ്യരുത് എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് ഈസ് മോർ വാല്യുബിൾ ദാൻ വെൽത്ത്, അതായത് വെൽത്തിനേക്കാളും പണത്തിനേക്കാളും കൂടുതൽ നമ്മൾ എന്താണ് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്, എന്തിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത്, സെൽഫ് റെസ്പെക്റ്റിനാണ്. പിന്നെ ഗേൾസ് ഡിസേർവ് ഈക്വൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് എല്ലാവരും ഒരു കാണുന്നൊരു രീതിയാണ് ആൺകുട്ടികൾക്ക് മാത്രം മതി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എന്നുള്ള രീതിക്കൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗേൾസിനും അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷനും ഓപ്പർച്യൂണിറ്റീസൊക്കെ വേണം എന്നുള്ള കാര്യം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കൈൻഡ് വേർഡ്സ് ക്യാൻ ട്രാൻസ്ഫോം എ പേഴ്സൺസ് ലൈഫ്, ഒരു നല്ല രീതിയിലുള്ള ഒരു വേർഡ്സൊക്കെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളെ മാറ്റിമറിക്കും എന്നുള്ള രീതി. കാരണം നല്ലൊരു വേർഡ്സ് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ കറേജ് ഹെൽപ്പ് us സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്, നമുക്കുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നമുക്ക് എന്താ പറയുക, ഇൻജസ്റ്റിസിന്, അതായത് ഒരു സമൂഹത്തിലുള്ള അനീതിക്കെതിരെ നമുക്ക് ആ ഒരു പോരാടാൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വിക്ക് റിവിഷനാക്കി ഒരു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഓഥറിൻ്റെ നെയിം വരുന്നത് കെ അബ്ബാസ് ആണ്. ബോലിയുടെ റിയൽ നെയിം വരുന്നത് സുലൈഖ എന്നാണ്. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്കൂൾ ജോയിൻ ചെയ്യുന്നതാണ്. പിന്നെ ബോലിയുടെ ലൈഫിലുള്ള ഒരു ഹീറോ ആയിട്ട് ആരാണ് കാണിക്കുന്നത്, ബോലിയുടെ ടീച്ചറിനെയാണ്. ബോലിൻ്റെ ആ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ക്ലൈമാക്സ് എന്താണ് കാണിക്കുന്നത്, ബോലി റിഫ്യൂസസ് ടു മാരി ബിഷംബർ. പിന്നെന്താണ്, ബോലി ഡിസൈഡ്സ് ടു ബിക്കം എ ടീച്ചർ. അതേപോലെ തന്നെ ഒരു മെസ്സേജ് ഇതിലൂടെ കാണിക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഗിവ് കോൺഫിഡൻസ്, ഡിഗ്നിറ്റി ആൻഡ് ദ കറേജ് ടു ഫൈറ്റ് ഇൻജസ്റ്റിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോലി എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയൊരു സ്റ്റോറിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഇതിൽ നോട്ട്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ലിങ്കിൽ തന്നെ നമുക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ജോയിൻ ചെയ്തിട്ട് ഇതിന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിലൂടെ ചോദിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ ഗോട്ട് സം ഐഡിയ അബൌട്ട് ഓൾ ദിസ് ചാപ്റ്റർ, ഓൾ ദിസ് topics. Thank you for watching.